ശിവഗംഗ കസ്റ്റഡി കൊലപാതക കേസിൽ സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കൊലപാതകത്തിൽ ഉത്തരവാദികളായ ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പറയുകയാണ് ഹൈക്കോടതി. വിവരങ്ങൾ കെ.വി. ശ്രീധരൻ നൽകും. ശ്രീധരൻ, എന്താണ് പോലീസിനെതിരെയുള്ള വിമർശനം? പോലീസ് ഏത് നിലയിലുള്ള ഇടപെടലാണ് പ്രതികളെ സംരക്ഷിക്കാനായി നടത്തിക്കൊണ്ടിരിക്കുന്നത്? ദിവിഷ, ഇക്കാര്യത്തിൽ ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതായത് കേസ് ജുഡീഷ്യൽ അന്വേഷണം, അതായത് മധുരൈ അഡീഷണൽ ജില്ലാ ജഡ്ജി ഇപ്പോൾ കേസ് അന്വേഷിക്കാൻ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ജൂലൈ 8 ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കേസിൽ കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും അതിന്റെ ഉത്തരവാദിത്വമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കുമെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുത്ത് അത് റിപ്പോർട്ട് ആയി നൽകണമെന്നും കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും തമിഴ്നാട് സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പലരെയും സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നും കോടതി വിമർശിക്കുന്നുണ്ട്. ഏതായാലും ഈ ഏറ്റവും നിർണായകമായ ഈ കേസിൽ ആദ്യം ഇതൊരു വഴുതി വീണ് ഇയാൾ മരിച്ചതാണ്, അജിത് കുമാർ മരിച്ചതാണ് എന്നുള്ള ഒരു നിലപാടാണ് പോലീസ് എടുത്തിരുന്നത്. എന്നാൽ ഈ കുടുംബം കോടതിയിൽ ഹാജരാക്കിയ CCTV ദൃശ്യങ്ങൾ കേസിൽ നിർണായകമായി. അതായത് 6 പോലീസുകാർ ചുറ്റും നിന്ന് ഈ കൊല്ലപ്പെട്ട അജിത് കുമാറിനെ ഇരുമ്പ് ദണ്ട് കൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. ഇതോടൊപ്പം തന്നെ പോലീസ് ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഇദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ ഗാർഡായിട്ട് ജോലി ചെയ്തു വരികയാണ്. ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഒരു CCTVയുടെ DVR പോലീസ് എടുത്തുകൊണ്ടുപോയി. ഇതെല്ലാം തന്നെ ഗുരുതരമായിട്ടുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടികളാണ്, നീക്കങ്ങളാണ് എന്നും കോടതി പറയുകയുണ്ടായി. ഏതായാലും കേസിൽ ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ച് വളരെ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഏൽക്കേണ്ടി വന്നത്. ഇനി ക്രൂരമായ മർദ്ദനം പോലീസ് നടത്തിയിട്ടുണ്ട്, കാര്യത്തിൽ തർക്കമില്ല. ദൃശ്യങ്ങൾ തന്നെ അതിന് വലിയ തെളിവായി നിൽക്കുന്നു.